വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ലഞ്ച് പ്രിപ്പറേഷൻ തന്നെയാണ് കേട്ടോ. വേറൊന്നുമല്ല, ലഞ്ചിൻ്റെ ടൈം ആവുമ്പോഴാണ് ഞാൻ ഏകദേശം ഒന്ന് ഫ്രീ ആയി എന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴൊക്കെ മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചാലും ക്യാമറ ഓൺ ആക്കി വെക്കാനായിട്ട് ഞാൻ മറന്നുപോവേ. അപ്പം ഇങ്ങനൊരു ശീലം നമ്മുടെ ലൈഫിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, മേ ബി എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചത്തേന് വേണ്ടിയിട്ട് ഇച്ചിരി ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് വറുത്തെടുക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ലൈറ്റായിട്ട് വേറെയും കറികളുണ്ട്, ഇതൊന്ന് സൈഡാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ലഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ എപ്പോഴും അങ്ങനെ ഹെവി ആയിട്ടുള്ള പരിപാടികളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണ് കേട്ടോ. എപ്പോഴും ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തൊപ്പിക്കുക എന്നുള്ളൊരു മടിച്ചി അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കറികളാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ വാപ്പായും മിക്കപ്പോഴും ഇവിടുന്ന് കഴിക്കാനുണ്ടാവാറില്ല. അപ്പം ഞാനും ഉമ്മായും മക്കൾ സ്കൂളിലും പോകുമല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളായിരിക്കും ലഞ്ചിന് ഉണ്ടാവാറുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നത് വൈകിട്ടത്തായിരിക്കും കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ ചിക്കൻ ഒന്ന് വറുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ചെറിയ മാങ്ങ ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇതും വളരെ ഡ്യൂപ്ലിക്കേറ്റ്, വളരെ സാധാരണ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലേ. അതിൽ മാങ്ങയും തേങ്ങയും ഒന്നും ചേരാത്തൊരു ചമ്മന്തി എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. ഇവിടെ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും മാത്രം കുറച്ച് പുളിയും കൂടി ഇട്ടിട്ട് ഞെരടി എടുക്കുന്ന ചമ്മന്തിയില്ലേ, പുളിച്ചമ്മന്തി, അതെൻ്റെ എന്നത്തെ ഒരു ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തെന്നി മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ച് മാങ്ങാ ചമ്മന്തിയിലേക്ക് തന്നെ വരാം. അപ്പം മാങ്ങാ ചമ്മന്തി അരയ്ക്കാനായിട്ട് മാങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് നമ്മുടെ കുക്കർ വിസിലടിക്കുന്നുണ്ട്. അരി നമ്മൾ കുക്കറിലാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വിസിലടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ചമ്മന്തി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടാണ് ഞാൻ വറുക്കാറുള്ളത്. അപ്പോൾ അതിനകത്തേക്ക് ചിക്കൻ ഇടുമ്പോൾ തൊട്ട് തന്നെ എനിക്ക് കഴിക്കാനുള്ളൊരു ത്വര വളരെയധികം കൂടുതലാണ്. ചിക്കൻ എന്നല്ല, എന്ത് ഫുഡ് ഞാൻ ഉണ്ടാക്കിയാലും എനിക്ക് കഴിക്കണവരെ അതിനൊരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാലൻസ് വന്നിട്ടുള്ള ഒരു പാത്രം കൂടെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. പാത്രം കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും മാറ്റി വെച്ചിട്ട് നമ്മളിനി പരിപ്പ് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ആ ചിക്കന് വറുത്ത് കോരി എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളും ഇട്ടിട്ട് ഞാൻ ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇനി ആ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഞാൻ കലത്തിലേക്ക് മാറ്റിയിട്ട് തിളപ്പിക്കാറുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ വെക്കുന്ന ചോറ് കലത്തിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഞാൻ തിളപ്പിച്ച് വാർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അടുപ്പിൽ വെക്കുന്ന ചോറിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് ഏകദേശം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പരിപ്പ് കറിയും കുറച്ച് ചിക്കനും കുറച്ച് ചമ്മന്തി കുറച്ച് കച്ചമ്പറൊക്കെ കൂട്ടി ഇപ്രാവശ്യത്തെ ഊണങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കേ.